ഒരുപാട് തവണ എൽബിഎൻ ടോക്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൗ ടു മെയിൻറ്റെയിൻ എ ടീം. ഒരു ടീമിനെ എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ പല രീതിയിലായിട്ട് പല ടോപ്പിക്കുകളായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരുപാട് പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ 2025 നമ്മൾ കടന്നുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് അപ്ഡേഷൻസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ വീഡിയോ. നമുക്കറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത ഒരു എലമെന്റ് ആണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. നമ്മുടെ ടീം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മൾക്ക് വരുമാനം വേണമെങ്കിൽ നമ്മളുടെ ടീമിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടും നമ്മൾക്കൊരു പാസീവ് ഇൻകം അച്ചീവ് ചെയ്യാനും പറ്റത്തുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടീമിനെ എത്രത്തോളം ഫലപ്രദമായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഓരോ ലീഡേഴ്സിന്റെയും, അതിപ്പോ ടീം മെമ്പേഴ്സ് ആയിട്ട് ഒരാളോ രണ്ടാളോ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അവരുടെ ഓരോ ലീഡേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് നല്ല രീതിയിൽ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2025 കടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾക്ക് രണ്ട് രീതിയിലുള്ള മൈൻഡ് സെറ്റ് വേണം. ഓക്കെ, ഏത് രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആണ്? ഒന്ന്, പാരന്റിങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പാരന്റ് മൈൻഡ് സെറ്റ്. രണ്ട്, ലീഡർ മൈൻഡ് സെറ്റ്. ലീഡർ മൈൻഡ് സെറ്റും വേണം, പാരന്റിങ് മൈൻഡ് സെറ്റും വേണം, അഥവാ പാരന്റ് മൈൻഡ് സെറ്റും വേണം. എന്താണ് ലീഡർ മൈൻഡ് സെറ്റ്? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിനനുസരിച്ച് നമ്മൾ ഏബിൾ ആയിട്ടിരിക്കുക. നമ്മൾക്ക് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. അത് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ അവരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, ചെയ്യേണ്ട രീതിയിൽ അത് ചെയ്തു കൊടുക്കുക, അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ഞാൻ ഒരു ലീഡറാണ്, എൻ്റെ ടീമിൽ ഇത്ര ആളുകളുണ്ട്, അപ്പോൾ ഇവരോട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ രീതിയിലൊക്കെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു ചിന്തനെയാണ് മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, പാരന്റിങ് മൈൻഡ് സെറ്റ് അഥവാ പാരന്റ് മൈൻഡ് സെറ്റ്. എന്താണത്? നമ്മളോട് നമ്മുടെ അമ്മ അച്ഛനൊക്കെ എങ്ങനെയാണ്? നല്ല രീതിയിൽ കെയറിങ് ഉണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓഫ് കോഴ്സ് അതില് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ട് പാരന്റിങ് മൈൻഡ് സെറ്റ് കടന്നു വരുന്ന സമയത്ത് കുറച്ച് ന്യൂനതകളുണ്ട്, കുറച്ച് പോരായ്മകളുണ്ട്. അതും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ കെയർ സ്വന്തം ടീമിന് കൊടുക്കുന്ന രീതിയിലുള്ള, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആവശ്യം അറിയിച്ചു കഴിഞ്ഞാൽ അത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വിലയിരുത്തി അത് നല്ലൊരു കാര്യമാണെങ്കിൽ ആ അപ്ഡേഷന്റെ കൂടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും അവരെ സഹായിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് പാരന്റിങ് മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് മൈൻഡ് സെറ്റ് വേണമെന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞിരിക്കുന്ന പാരന്റിങ് മൈൻഡ് സെറ്റ്, ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും നമ്മൾ പല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പാരന്റിങ് മൈൻഡ് സെറ്റിനോട് ഒരു പോയിന്റ് നമുക്കൊന്ന് കണ്ടേത് പറയാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻസ് ആണ് ഇതാണ്: സ്പൂൺ ഫീഡിങ് ഒഴിവാക്കുക. ഇപ്പൊ ഒരു അച്ഛനമ്മ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നല്ല രീതിയിൽ ചെയ്തു തരും, അല്ലെ? നല്ല രീതിയിൽ ചെയ്തു തരും എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് ഓവർ ആവാനും നമ്മളൊരു അമൂൽ ബേബി ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് എ പാരന്റിങ് മൈൻഡ് സെറ്റ്, ലീഡർ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി, ഒരു ലീഡർ, അദ്ദേഹത്തിന്റെ ടീമിന് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് സ്പൂൺ ഫീഡിങ് ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം. അതായത് ഒരാൾക്ക് വിശക്കുവാണ്, അപ്പം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് അറിയില്ല, നമ്മൾ പിടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്, ആ വ്യക്തി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? ഫ്രൈ ആക്കിയിട്ടോ കറി ആക്കിയിട്ടോ സംതിങ് എന്താക്കിയിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എപ്പോഴും വിശക്കുന്ന സമയത്ത് നമ്മളെടുക്ക വന്നിട്ട് മീൻ വേണം എന്ന് പറയും. നേരെ മറിച്ച് അത് സ്പൂൺ ഫീഡിങ് ആണ്, അല്ലെ? എന്താണ്, എല്ലാം നേരിട്ട് കൊടുക്കുന്നു, അവർക്ക് ഒരു എഫേർട്ടും ഇല്ല. നേരെ മറിച്ച് അവർക്ക് വിശക്കുമ്പോൾ മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലോ, അവർക്ക് എപ്പോഴാണോ വിശപ്പുള്ളത് അപ്പൊ അവർ തനിയെ പോയിട്ട് അത് പിടിച്ചോളൂ. അവർക്കൊരു ഇൻഡിവിജ്വൽ എഫേർട്ട് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ സ്പൂൺ ഫീഡിങ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും കെയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പാരന്റിങ് മൈൻഡ് സെറ്റ് നെറ്റ്വർക്കിൽ ഓക്കെയാണ്. നേരെ മറിച്ച് എന്തും കൂടെ വേണം, ആസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചുകൊണ്ട് ലീഡർ മൈൻഡ് സെറ്റും നമുക്ക് വേണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ 2025 നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ട്രെയിനിങ്സ് ആണ്. തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ട്രെയിനിങ്സ്, പ്രോഗ്രാംസ് ഒക്കെ തീർച്ചയായിട്ടും വേണം. അതിൽ നമ്മളുടെ ഓൺ ട്രെയിനിങ് വേണം, അതർ സോഴ്സ് ഓഫ് ട്രെയിനിങ് വേണം, കമ്പനിയുടെ BOP പ്രോഗ്രാം വേണം, ടീം മീറ്റിംഗ് വേണം,
ഇങ്ങനെ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകളും മീറ്റിങ്ങും കണക്റ്റഡ് ആയിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ 1-2 മാസം കൂടുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോൾ ഈ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടീമിനെ എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. നമ്മൾക്ക് ആക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് ഫുഡ് വേണം, വെള്ളം വേണം എന്ന് പറയുന്ന പോലെ ആസ് എ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു രൂപത്തിന് അല്ലെങ്കിൽ ഒരു 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 ഇമോഷൻ അവിടെ ആക്റ്റീവ് ആയിട്ട് പല കാര്യങ്ങളും നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വേണ്ടത് ട്രെയിനിങ്സും മീറ്റിംഗ്സും പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അത് 2025 വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുക. നമ്മുടെ ഒരു ഓവർ മോട്ടിവേഷൻ എപ്പോഴും എന്ത് പറയുമ്പോഴും ചില കാറ്റഗറി ലീഡേഴ്സ് ഉണ്ട്, ടീമിനെ ചീത്ത പറയാണ്, പല രീതിയിൽ ചീത്ത പറയാം, മറ്റുള്ളവരുടെ മുമ്പിൽ ഹരാസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നല്ലതാണെന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. നമുക്ക് ആ ടീമിനെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ കൃത്യമായിട്ട് ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ, കൃത്യമായിട്ടുള്ള മീറ്റിങ്ങിലൂടെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ടീമിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്തിട്ടോ ഹരാസ് ചെയ്തിട്ടോ ബാക്കിയുള്ളവരെ മുമ്പ്, അതുപോലെ തന്നെ തെറി വിളിച്ചത് കൊണ്ടോ സ്പൂൺ ഫീഡിങ് ചെയ്തത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ആ ടീമിനെ ലോങ് ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഓവർ മോട്ടിവേഷൻ ഇല്ലാതെ, ചില ആളുകളൊക്കെ ആണെങ്കിൽ ഓവറായിട്ട് മോട്ടിവേഷൻ മാത്രം പല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ ഓൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണം അവർക്ക്, പക്ഷെ 1-2-3 തവണയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും അവർക്ക് മോട്ടിവേഷൻ അല്ല, ചടപ്പാണ് ഉണ്ടാക്കുക. ചടപ്പിന് എന്താ പറയാ അല്ലെ, ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു വിരക്തി. അയ്യോ, ഇതാണ് എന്റെ ലീഡർ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സംസാരിക്കുന്നത് ആസ് എ ലീഡർ, ലിബിൻ ഇപ്പൊ ഒരു ലീഡറായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ലിബിൻ സംസാരിക്കാൻ പോകുന്ന കാര്യം അല്ല, നാളെ സ്റ്റേജിൽ ലിബിൻ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പ്രോഗ്രാമിൽ ലിബിൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ തന്റെ ടീം മെമ്പേഴ്സിന് പുതിയതായിരിക്കണം. അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റരുത്. ആ രീതിയിലേക്കുള്ള ഒരു ചേഞ്ച് പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. ഇപ്പൊ BOP നമുക്ക് ഓവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കമ്പനിയുടെ പ്ലാൻ നെവർ അല്ലെ. ഒരു റൂൾ ഉണ്ട് അല്ലെ, ഒരു രീതി ഉണ്ട് അതിന്. അപ്പൊ അത് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ടോപ്പികൾക്ക് ലിമിറ്റഡ് ആണ്. ബട്ട് ഒരു അതർ സോഴ്സ് ഓഫ് ട്രെയിനിങ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓൺ ട്രെയിനിങ് ആണെങ്കിലും അവിടെയും നമ്മൾ ഫുള്ളി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുറെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പണ്ടേ മീറ്റിംഗിൽ പറയുന്ന കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു രീതിയല്ല, അത് അവർ ഉൾക്കൊള്ളത്തില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങിനെയും മീറ്റിങ്ങിനൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ലീഡറാണ് നിങ്ങളെങ്കിൽ നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് അതർ സോഴ്സ് ഓഫ് ട്രെയിനിങ്. അതായത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് എടുക്കുക. അതൊരിക്കലും ഒരു നാണക്കേടുള്ള ഒരു പരിപാടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വേറെ ഒരു കുറച്ച് കാണിക്കുന്ന പരിപാടിയോ അല്ല, നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ല. നമ്മൾ അങ്ങനെയാണ്, നമ്മൾക്ക് എന്താണോ അറിയാത്തത് അത് അറിവുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, നമ്മുടെ ടീമിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ട്രെയിനിങ്സും മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ ഒരുപാട് കമ്പനികൾക്കും ടീമുകൾക്കൊക്കെ പോയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്, അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. അപ്പൊ എന്നെ വിളിക്കുന്ന ലീഡേഴ്സ് ആരും അറിവില്ലാത്തവരോ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ളവരോ സംസാരിക്കാൻ പറ്റാത്തവരല്ല. അവർക്ക് അറിയാം നെറ്റ്വർക്കിൽ ഇത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അവരെക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഈ മേഖലയെ കുറിച്ചിട്ടും കുറച്ച് സെയിൽസും മാർക്കറ്റിംഗും എല്ലാം കണക്റ്റഡ് ആയിട്ട് സംസാരിക്കാൻ, സംതിങ് ന്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ലിബിന് പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഔട്ടർ സോഴ്സ് ഉള്ള, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള, ബിലീവബിൾ ആയിട്ടുള്ള ആരെയും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാവുന്നതാണ് നിങ്ങളുടെ ടീമിൽ. അത് തീർച്ചയായിട്ടും ഒരു ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. എപ്പോഴും നിങ്ങളെ കാണുന്നു, എപ്പോഴും നിങ്ങളുടെ ടോക്ക് കേൾക്കുന്നു, എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അപ്പോൾ അവർക്കൊരു ഫ്രഷ്നെസ് ഇല്ല. അപ്പൊ ആ ഫ്രഷ്നെസ് കൊടുക്കാനും എക്സ്ട്രാ കുറച്ച് അറിവുകൾ കൊടുക്കാനും ഏബിൾ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്ന് ട്രെയിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് ആക്കാനും നല്ലൊരു ടീമിനെ അതുവഴി തന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. അടുത്തതായിട്ട് പറയാനുള്ളത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സപ്പോർട്ടാണ്. നമ്മളുടെ ടീമിന് എപ്പോഴും ഓൺലൈൻ സപ്പോർട്ട് മാത്രമേ കൊടുക്കുള്ളൂ, നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫ്ലൈൻ ആയിട്ട് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ഓഫ്ലൈൻ ആയിട്ട് ഇറങ്ങണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഓഫ്ലൈൻ മാത്രമേ കൊടുക്കത്തുള്ളൂ, അതായത് നേരിട്ട് പോയിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്ന പരിപാടികൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് കാറ്റഗറി ഉണ്ട്. അവരും അത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഓഫ്ലൈനിൽ മാത്രം പോയിട്ട് ഇനിയുള്ള ലോകത്ത് കാര്യങ്ങൾ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല. ഓൺലൈനിന്റെ സാധ്യത, ഡിജിറ്റൽ സൈഡിലുള്ള ഒരു സാധ്യത അത് നമ്മൾ കാണണം, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അത് നമ്മൾ എത്രത്തോളം ഫില്ലപ്പ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അവസരങ്ങളാണ് നമ്മളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഓഫ്ലൈൻ വേണ്ട സമയത്ത് ഓഫ്ലൈൻ, ഓൺലൈൻ വേണ്ട സമയത്ത് ഓൺലൈൻ. കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും ഓൺലൈനിലേക്ക് തിരിഞ്ഞല്ലോ അല്ലെ. അതെന്താ? ആ സാഹചര്യം ക്രൂഷ്യൽ ആയതുകൊണ്ടാണ്. അങ്ങനെയുള്ള ക്രൂഷ്യൽ സാഹചര്യം ഇന്നില്ലെങ്കിൽ പോലും
നമ്മൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത, നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റാത്ത, അല്ലെങ്കിൽ ടൈം ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് ആയിട്ട് എല്ലാവരെയും നമുക്കൊന്ന് അവൈലബിൾ ആവേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈൻ സെമിനാർസും മീറ്റിംഗ്സും മുമ്പത്തെ പോലെ തന്നെ ഒരു റുട്ടീന്റെ ഭാഗമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം ഇതാണ്, നമ്മൾ ആദ്യമേ തന്നെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി. അതായത് നമ്മൾ നമ്മുടെ ടീമിനോട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ക്വാളിറ്റി ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. അതായത് അവരോട് തമാശയാവാം, കാര്യങ്ങളാകാം, കമ്പനി ആകാം, എല്ലാം ആവാം, ബട്ട് അവിടെ ഒരു നമ്മളും അവരും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താ, ഒരു ബിസിനസ് എലമെന്റ് ആണ് നമ്മളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി റിലേഷൻ, അല്ലെ? ഫസ്റ്റ് പ്രയോറിറ്റി റിലേഷൻ എന്താ വരുന്നത്, ആ ബിസിനസ് വളർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന്റെ അപ്പുറമാണ് സെക്കൻഡ് പ്രയോറിറ്റി ആണ് ആസ് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗുഡ് ഫ്രണ്ട് ആയിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഫസ്റ്റ് പ്രയോറിറ്റി മറക്കാതിരിക്കുകയും ചെയ്യുക. മനസ്സിലായോ? നമ്മൾക്ക് അവരെ വേണം, നമ്മൾ നല്ലൊരു സുഹൃത്തുക്കളാണ്, എല്ലാം ഓക്കെയാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ബട്ട് ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്, നമ്മുടെ ബിസിനസ് എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി മറക്കാതിരിക്കുകയും ചെയ്യുക. അപ്പൊ ഈ രണ്ട് കൺസേൺ ഉള്ള രീതിയിൽ മാത്രം ഉള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് എലമെന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ടീമിന് മുമ്പിൽ കാണിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അത് ബ്രേക്ക് ചെയ്ത് ഓവർ ലൂസ് ടോക്ക് എടുക്കുക, പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ, സംതിങ് ഇഷ്യൂസ്, ഇതൊക്കെ കുറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ നെഗറ്റിവിറ്റി കൂടെ നമ്മളിലേക്ക് സ്പ്രെഡ് ആവുക, അല്ലെ നമ്മൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കുറെ ടോക്കുകൾ നമ്മുടെ ടീമിനോട് സംസാരിക്കുക, വേറെ രീതിയിലേക്ക് കണക്ട് ചെയ്ത് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നീട് പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നീട് നിങ്ങളെ കാണുന്നത് അവർ വേറെ രീതിയിലാണ്, അല്ലെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് നമുക്കൊരു പിക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ കാണുന്നത് ആ ബ്രേക്ക് ചെയ്ത ആ രീതിയിലായിരിക്കും നമ്മൾ അവർ വിലയിരുത്തുക, വാല്യൂ തീരെ കുറയുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി മറക്കാതെ സെക്കൻഡ് പ്രയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അടുത്തൊരു കാര്യമാണ് എത്തിക്കൽ പ്രൊമോഷൻ. എത്തിക്കൽ പ്രൊമോഷൻ മീൻസ് കമ്പനി പറയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, പറയുക, ചെയ്യുക. അല്ലെ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് പറയുക, അത് നടത്തി കാണിച്ചു കൊടുക്കുക, അത് അവർക്ക് കൊടുക്കുക. അല്ലാതെ കമ്പനി പറയാത്ത കാര്യങ്ങൾ പറയുകയും നിങ്ങൾ കൊടുത്ത പേഴ്സണൽ ബെനിഫിറ്റ്, പേഴ്സണൽ ഓഫർ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ക്യാഷ് പ്രൈസോ ട്രിപ്പോ സംതിങ് ലൈക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് പറഞ്ഞു അവർ അച്ചീവ് ചെയ്തു, അവർക്ക് അത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു എലമെന്റിലേക്ക് എത്തുന്ന സമയത്ത് അത് അവിടെ ഒരു വിരക്തി ഉണ്ടാക്കും. കാരണം എന്താ, അടുത്തൊരു തവണ ഒരു ഓഫർ വെക്കുന്ന സമയത്തോ ഇതും കഴിഞ്ഞ തവണത്തെ പോലെ നമ്മുടെ അവിടെ മോട്ടിവേഷൻ അടുപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, പക്ഷെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് അവർ തരത്തില്ല. ഈ രീതിയിലേക്ക് മാറും. അപ്പോൾ എന്താണോ നമ്മൾ പറഞ്ഞത് അത് വളരെ വ്യക്തമായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എത്തിക്കൽ അല്ലാത്ത രീതിയിൽ ഒരുപാട് ലീഡേഴ്സ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്തിക്കൽ അല്ലാത്ത അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് നമ്മുടെ സ്വന്തം ടീമിനോട് തന്നെ ചതി കാണിക്കുക, അവരുടെ ID ചേഞ്ച് ചെയ്യുക, അവരറിയാതെ അവരുടെ ഇൻകം ബ്ലോക്ക് ചെയ്യുക, കമ്പനിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവരോട് ഈഗോ കാണിക്കുക, അവർ നമ്മളെക്കാളും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈഗോ കാണിക്കുക, നമ്മളെക്കാളും റാങ്ക് അച്ചീവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈഗോ കാണിക്കുക, ലേഡീസിനോട് വേറൊരു ഈഗോ, ജെൻസിനോട് വേറൊരു ഈഗോ, കുട്ടികളോട് വേറൊരു ഈഗോ, വയസ്സായിട്ടുള്ള ആളുകളോട് വേറൊരു ഈഗോ. ഇതെല്ലാം മിക്സ് ആയിട്ട് ഒരാൾക്ക് ഒരാളോട്, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് മീൻസ് പുതിയതായിട്ടുള്ള ആളുകൾക്ക് മുകളിലത്തെ ആളുകളോട്, മുകളിലുള്ള ആളുകൾക്ക് താഴത്തെ ആളുകളോട്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആണ് നെറ്റ്വർക്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇതിന്റെ ആവശ്യമില്ല. അതാണ് ഈ ചിരിയുടെ റീസൺ, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ആരും കളിയാക്കുന്നതല്ല. ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്തോ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെറ്റ്വർക്കേഴ്സിന് സെൻസ് ഒരുപാട് കൂടിയപ്പോ കോമൺ സെൻസ് നഷ്ടപ്പെട്ടു. ഈ കോമൺ സെൻസ് നഷ്ടപ്പെടാതെ ഇരിക്കുക. സെൻസ് ഒരുപാട് കൂട്ടിക്കോ, അറിവുകൾ ഒരുപാട് കൂട്ടിക്കോ, ഒരു കുഴപ്പമില്ലെന്നേ. പക്ഷെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിവുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അത് മറക്കാതിരിക്കുക. ഈ ഒരു സാധനം മാത്രം നിങ്ങൾ ഇവിടെ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് എന്തായാലും നന്നായിരിക്കും. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ വെറുതെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു റീസണിന്റെ പേരിൽ നശിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് ഒരു പിക്ചർ നിങ്ങൾ പിന്നീട് റിയലൈസ് ചെയ്യും. അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ നിങ്ങൾ എത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ ടീം ഇന്ന് കൈമ ഇല്ലാതായി പോയത് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എത്തിക്കലായിട്ട് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം മണി മാനേജ്മെന്റ് ആണ്. ഈ മണി മാനേജ്മെന്റിൽ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം അത് നമ്മൾക്ക് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്കും കൂടെ കണക്റ്റഡ് ആക്കിയിട്ട് യൂസ് ചെയ്യുക. അതിപ്പോ നമ്മൾ എന്ത് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനമാണെങ്കിലും നമ്മുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് SIP ആയിട്ടോ മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ അല്ലെങ്കിൽ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ടീമിനും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൂടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ SIP ആയിട്ടോ മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും നിക്ഷേപിച്ചുകൊണ്ട് വേറെ ഒരു നഷ്ട സാധ്യതയോ കാര്യങ്ങളോ സംതിങ് അങ്ങനെ ഒരു വലിയൊരു ബേർഡൻ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാവരും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തണം എന്നുള്ള രീതിയിലാണ് നെറ്റ്വർക്ക് ചെയ്യുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത്. ആ വരുമാനത്തിനെ എങ്ങനെ ക്രമീകരിക്കണം, ആ വരുമാനത്തിനെ എങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ടീമിന് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ഒക്കെ ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ്. നമ്മുടെ ടീം ഒരു മാസം ഒരു 20,000 രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 1000 രൂപ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്കീമിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും. ഒരു ഫൈനാൻഷ്യൽ ഒരു അച്ചടക്കം, അത് ലോങ് ടൈമിലേക്ക് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ശീലം, ആ ഒരു ശീലം വളർത്തിയെടുക്കുക. മണി മാനേജ്മെന്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. വരുമാനത്തിനേക്കാൾ കൂടുതൽ കടമെടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പല രീതിയിലെ പ്രവർത്തനങ്ങൾ നെറ്റ്വർക്കിൽ നടത്തുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. ബേർഡൻ ആയിട്ടുള്ള രീതിയിൽ കാറ് പർച്ചേസിങ്, വണ്ടികൾ വാങ്ങിക്കുക, അതിനെ വെച്ചിട്ടുള്ള കുറെ ഷോ ഓഫുകൾ. ഓഫ് കോഴ്സ് ഷോ ഓഫ് ആണ് ബിസിനസ്, എല്ലാം ഷോ ഓഫ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ഷോ ഓഫ് ആണ് ബിസിനസ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്താ? നമ്മുടെ കമ്പനിയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്താ? നമ്മുടെ ഇൻകം പ്ലാൻ ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്താ? നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്, അല്ലെ? ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ സർവീസ് എന്താ? നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളെന്താ? നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, അല്ലെ? അപ്പോൾ നമ്മളെ കാണിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ക്വാളിറ്റി കാണിക്കുക എന്നുള്ളതും നമ്മളുടെ ഒരു രീതി കാണിക്കുക എന്നുള്ളതും എല്ലാം ഓക്കെയാണ്. ബട്ട് നമ്മളെ ഫൈനാൻഷ്യലി തകർക്കുന്ന രീതിയിൽ ഫൈനാൻഷ്യൽ റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഇതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലെ മണി മാനേജ്മെന്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഷോ ഓഫ് ഒരു ബാധ്യത ഒരു വീഡിയോ മുമ്പെങ്ങാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഒരുപാട് ആളുകൾ ആ സമയത്ത് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആ സമയത്ത് എന്നോട് പല രീതിയിലെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, നല്ല നല്ല ലീഡേഴ്സ് ഉൾപ്പെടെ. ആ പറഞ്ഞിരിക്കുന്ന ലീഡേഴ്സ് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ വണ്ടികൾ, അത് ബെൻസ് തൊട്ട് ഓടി തൊട്ട് ഫോർച്യൂണർ ആയിക്കോട്ടെ, വേറെ എന്ത് ആഡംബര വണ്ടികളായിക്കോട്ടെ, അവരുടെ കയ്യിൽ ഇന്ന് ആ വണ്ടികൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കിയ ആളുകളുടെ കയ്യിൽ ഇന്ന് ആ വണ്ടി ഇല്ല, കടക്കാരാണ് അവര്. ഇതൊരു തിരിച്ചറിവല്ലേ സുഹൃത്തുക്കളെ? ഇനിയും എന്താണ് നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് വരാത്തത്? ഇനി എന്തിനാ നമ്മൾ മടിച്ചു നിൽക്കുന്നത്? ഈവൻ ഈ വീഡിയോ കാണുമ്പോൾ പോലും ലിബിൻ എന്താ ഇങ്ങനെ പറയുന്നത് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനിയും താഴാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഒരു റീതിങ്ക് ചെയ്യും, ഒന്ന് തിരിച്ചറിവിലേക്ക് വാ, ഒരു റിയാലിറ്റിയിലേക്ക് വാ. പലപ്പോഴും അത് മറന്നു പോകുന്നു. അത് നമ്മളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, നമ്മുടെ ടീമിന് ഒരു അച്ചടക്കമുള്ള ഒരു സിസ്റ്റം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഒരു മണി മാനേജ്മെന്റ്, ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമ്മളും വളരും, നമ്മുടെ ടീമും സ്റ്റേബിൾ ആവും, അവർക്കും വേറെ ഇഷ്യൂ ഉണ്ടാവില്ല, അല്ലെ? എന്ത് സുഖമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തൊരു കാര്യം പ്രൊഡക്റ്റ് ഡീലിംഗ് ആണ്. അതായത് പ്രൊഡക്റ്റ് ഡീലിംഗ് എന്ന് പറയുമ്പോൾ കമ്പനി നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റുകൾ എത്തിച്ചു തരുന്നുണ്ട് നമ്മുടെ ടീമിലേക്ക്, നമുക്കായിക്കോട്ടെ, അല്ലെ? പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ വരുന്നുണ്ടെങ്കിൽ ആ ടീം നമ്മൾ ഓൾറെഡി പറഞ്ഞ് പല കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത ഒരു പുതിയ മെമ്പേഴ്സ് ഉണ്ടാവും, അല്ലെ? പുതിയ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരിങ്ങടേക്ക് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരോട് ചോദിക്കാം, നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് എത്തിയോ, പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട്, എല്ലാ പ്രൊഡക്റ്റും ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ ആസ് എ പാരന്റിങ് മൈൻഡ് സെറ്റ്, അല്ലെ? ആ രീതിയിൽ നമ്മൾ അങ്ങടേക്ക് ചോദിക്കുക. അല്ലാതെ അവർക്ക് പ്രൊഡക്റ്റും കിട്ടിയിട്ടില്ല, നമ്മൾ എൻട്രിയും ചെയ്യിപ്പിച്ചിട്ട് അവരെ വഴിക്ക് വിട്ടു, പിന്നെ വിളിയുമില്ല, കോളും ഇല്ല, ഒരു വൺ ടൈം കമ്മീഷന് വേണ്ടി മാത്രം നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നല്ലൊരു കാര്യമായിട്ട് വരില്ല. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് കംപ്ലൈന്റുകൾ ഇന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ടീം മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒറ്റ ടോപ്പിക് മതി, ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ്സ്, അത്രേ ഉള്ളൂ, ടീം മെയിൻ്റനൻസ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തതുകൊണ്ടാ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അതൊക്കെ ടീമിനെ വല്ലാണ്ട് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ നിർത്തി പോകുന്നുണ്ട്. അപ്പൊ ഇനിയും നമ്മളിത് തിരിച്ചറിയാതിരിക്കരുത്. നമ്മൾ ഒരു പർച്ചേസ് ചെയ്യിപ്പിച്ച ഒരു ടീം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ടീമിൽ ഇന്ന രീതിയിൽ 10 എൻട്രീസ് വന്നിട്ടുണ്ട്, അപ്പൊ ആ 10 എൻട്രീസിന് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടോ, ഒരു മാസമായിട്ട് വരെ 2 ആഴ്ചയായിട്ട് എന്താ പ്രൊഡക്റ്റിന്റെ ഫീഡ്ബാക്ക്, കാര്യങ്ങൾ എന്താ, എങ്ങനെയാണ്, ഇതൊക്കെ ചോദിക്കുക. അതിനുള്ള ഒരു മനസ്സ് കാണിക്കുക, അല്ലെ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം എന്തായി കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ പ്രൊഡക്റ്റിന്റെ ബേസിലുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആസ് എ ഗുഡ് ലീഡർ എന്നുള്ള രീതിയിൽ ആ ടീം മെയിൻറ്റെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ് ഇന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ മെയിൻ. പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല, അത് മണി ചെയിൻ ആയി, അല്ലെ? ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്നിട്ട് ആ ഭാഗത്തെ തന്നെ നമ്മൾ വിട്ട് കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, കീപ് ലിസണിങ്. നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുക, നല്ലൊരു കേൾവിക്കാരനാവുക.
നമ്മുടെ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ, ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള പല രീതിയിൽ, നേരത്തെ പറഞ്ഞ നമുക്ക് ഈഗോയോ പല പ്രശ്നങ്ങളോ, ഏതെങ്കിലും നമ്മുടെ ടീമിലുള്ള ഏതെങ്കിലും ലീഡർ വേറെ ഒരാളെ ചതിച്ചതോ, സ്പോൺസർഷിപ്പ് മാറ്റിയിട്ട് എൻട്രി ചെയ്തതോ, അല്ലെങ്കിൽ പ്ലേസിങ് മാറ്റിയിട്ടുള്ള എൻട്രി ചെയ്തതോ, അങ്ങനെ പല രീതിയിലുള്ള ചതിവുകളും പേഴ്സണൽ റിവെഞ്ചിന്റെ പേരിലോ പേഴ്സണൽ ബെനിഫിറ്റിന്റെ പേരിലോ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആസ് എ ഗുഡ് ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ടീമിൽ അത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അത് കേൾക്ക്. ഈ അടുത്തൊക്കെ കിട്ടിയ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തല കറങ്ങി പോകും സുഹൃത്തുക്കളെ. കംപ്ലൈന്റ് പറയുന്ന സ്വന്തം ടീമിലുള്ള ആളുകൾ കംപ്ലൈന്റ് പറയുന്നത് പോലും കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു പറ്റം ലീഡേഴ്സ് ഇന്നും നമ്മുടെ നെറ്റ്വർക്കിൽ കേരളത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നാണക്കേട് തോന്നുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, പറയാൻ വേർഡ്സ് ഇല്ല. അപ്പൊ എന്റെ ഫീലിങ്സ് ആണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു നല്ലൊരു ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇങ്ങനെ ചെയ്യുന്ന ആർക്കാ നല്ലൊരു ടീം ഉണ്ടാവുക? ഇന്നുണ്ടെങ്കിലും ഷുവർ നിങ്ങൾ എഴുതി വെച്ചോളൂ, നാളെ ഈ ടീം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ ആ ടീം നിൽക്കില്ല. അവർക്ക് അറിയാം സ്റ്റാൻഡേർഡ് എന്താ സംഭവം, എന്തിനാ ചതിക്കപ്പെട്ടതെന്ന് അവർക്ക് അറിയാം. അപ്പൊ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവോ നാളെ? നിങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന നെറ്റ്വർക്ക് ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണോ? അങ്ങനെ നമുക്ക് ജോലിക്ക് പോയ പോലെ എന്തിനാ നെറ്റ്വർക്ക് ചെയ്യേണ്ട ആവശ്യം? പറ. പാസീവ് ഇൻകം അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന ടീം നാളെ വേണ്ടേ? ഇന്നത്തേക്ക് മാത്രമാണോ? ഈ തിരിച്ചറിവുകളിലൂടെ വാ, അല്ലെങ്കിൽ ഈ തിരിച്ചറിവുകളിലൂടെ ബിസിനസ് ചെയ്യും. അല്ലാതെ ടീം പറയുന്നൊന്നും കേൾക്കില്ല, ഞാനാണ് രാജാവ്, ബാക്കിയുള്ള എല്ലാവരും ഭടന്മാരാണ് അല്ലെങ്കിൽ സാധാരണക്കാരാണെന്നുള്ള രീതിയിൽ ബോസ് കളിച്ചു നിന്ന് കഴിഞ്ഞാൽ ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓർക്കുക, മനസ്സിലാക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസിഷൻ നിങ്ങൾ എടുക്കുക, നല്ല രീതിയിൽ നെറ്റ്വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.